കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ മാത്രം 1,80,000 ചതുരശ്രയടി വലിപ്പമുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റിയുണ്ട്. ഇതിനു പുറമെ ഹഡിൽ ഗ്ലോബൽ പോലെയുള്ള ആഗോള ഉച്ചകോടികൾ നാം സംഘടിപ്പിക്കുകയുണ്ടായി. അത് സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ വേണ്ട സാഹചര്യമാണ് ഒരുക്കുന്നത്. വിദേശ വിപണിയിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ പ്രവേശനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരങ്ങൾ നേടിക്കൊടുക്കുന്നതിന് ഇൻ്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാമും നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ടെക്നോസിറ്റിയിൽ 5 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിലൊരുങ്ങുന്ന എമർജിംഗ് ടെക്നോളജി ഹബ്ബ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ്. IT വ്യവസായത്തിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യം പൊതുവെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ IT കയറ്റുമതി 1,00,000 കോടിയോട് അടുക്കുകയാണ്. IT നിക്ഷേപകർ കേരളത്തിലേക്ക് കൂടുതലായി കടന്നു വരുന്നതിന് കാരണമാകുന്നത് വിവിധ ഘടകങ്ങളാണ്. അതിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നാഷണൽ ഹൈവേ വികസനമുണ്ട്, വിമാനത്താവളങ്ങളുടെ വികസനമുണ്ട്, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കാൻ നമുക്കായിട്ടുണ്ട്. അതോടൊപ്പം ഊർജ ലഭ്യത നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. ട്രാൻസ്മിറ്റ് പദ്ധതി നടപ്പാക്കിയതിന് സഹായിച്ചിട്ടുണ്ട്. ഗെയിൽ പദ്ധതി പൂർത്തിയാക്കൽ പൊതുവെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ കണക്കാക്കുന്നതിനിടയാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് കേരളമാകെയുള്ള ഒറ്റ കണക്ടിവിറ്റി നെറ്റ്വർക്ക് മുഖേന ബന്ധിപ്പിക്കുന്ന കെ-ഫോൺ പദ്ധതി നാം യാഥാർത്ഥ്യമാക്കിയത്. അത് നൂതന സാങ്കേതികവിദ്യാ വികാസത്തിൻ്റെ ജീവനാഡിയായി ആ നെറ്റ്വർക്ക് കണക്ടിവിറ്റി മാറിയിരിക്കുന്നു. നിലവിൽ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് ഇവിടങ്ങളിൽ 1,00,000-ഓളം പേരാണ് തൊഴിലെടുക്കുന്നത്. 2016 മുതൽ പരിശോധിച്ചാൽ 66,000-ഓളം തൊഴിലവസരങ്ങൾ ഇവിടങ്ങളിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ആകെ IT കയറ്റുമതി 2016 34,123 കോടി രൂപയായിരുന്നു. അതാണിപ്പോൾ 90,000 കോടിയിലധികമായി വർദ്ധിച്ചത്. 2016 155.85 ലക്ഷം ചതുരശ്രയടി ബിൽറ്റ് സ്പേസാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴത് 223 ലക്ഷം ചതുരശ്രയടിയായി മാറിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇവിടത്തേക്ക് പുതുതായി വന്ന കമ്പനികളുടെ കാര്യങ്ങൾ നേരത്തെ ശ്രീ സാംബശിവറാവു പറയുകയുണ്ടായി. ഒരുപാട് ആഗോള കമ്പനികളാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. അത് നല്ല രീതിയിൽ IT രംഗത്തിന് ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ആക്സെഞ്ചർ, HCL, ആർമാദ, എക്വിഫാസ്, പ്രോചാൻറ്റ്, GQ-Wolf, IBM, MSC, സ്റ്റാഡ, TNP, അഡേസോ, മൈഗേറ്റ്, ടെക് മഹീന്ദ്ര, ക്വസ്റ്റ് ഗ്ലോബൽ ഇത്തരത്തിലുള്ള ആഗോള കമ്പനികൾ ഒരു ഭാഗത്ത്. അതേപോലെ തന്നെ UST ഗ്ലോബൽ IT ക്യാമ്പസ്, ബ്രിഗേഡ് എൻ്റർപ്രൈസസിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്റർ ടവർ 3,
കാസ്പിയൻ ടവർ 2, ജിയോജിത്ത് IT ക്യാമ്പസ് ഇങ്ങനെയുള്ള പ്രധാന കമ്പനികളുടെ പദ്ധതികൾ പുരോഗമിക്കുന്നു. നമ്മുടെ രാജ്യമാകെ ശ്രദ്ധ നേടിയ ഒരു മെസ്സേജിംഗ് ആപ്പായിരുന്നു അറട്ടൈ. അത് പ്രശസ്ത കമ്പനിയായ സോഹോ കോർപ്പറേഷൻ്റേതായിരുന്നു. സോഹോ കോർപ്പറേഷൻ കേരളത്തിലെ കൊട്ടാരക്കരയിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ ഒരുങ്ങുന്ന ഐബൈ ഇൻഫോ പാർക്കിലും സോഹോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്.